ക്ലാസ് ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ക്ലിയർ ആവുന്നില്ല? എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? അതെ മാം. സമുദ്രങ്ങളൊക്കെ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് പഠിച്ചല്ലേ? ഓക്കെ. ഏറ്റവും വലിയ സമുദ്രം ഏതാ? ഏറ്റവും വലുത് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം അല്ലെ? ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ എടുത്താൽ മതിയോ? ലാസ്റ്റ് ഒരു 5 മിനിറ്റ് അത് മതിയോ? ചോദിക്കണ്ടല്ലോ. മതി മതി. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം കേട്ടോ. ഓക്കെ. ദ്വീപുകളും ഉപദ്വീപുകളും എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദ്വീപുകളും ഉപദ്വീപുകളും. അപ്പോ നിങ്ങൾക്ക് അറിയാം എന്താണ് ദ്വീപുകളെന്നും എന്താണ് ഉപദ്വീപുകളെന്നും അല്ലെ? എന്താണ് ദ്വീപുകള്? ദ്വീപുകൾ എങ്ങനെയാണ്? 4 വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം. 4 വശവും അല്ലെ? 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് എന്ത് പറയുന്നേ? ദ്വീപുകൾ എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ അത് നിങ്ങള് നോട്ടായിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതാട്ടോ. ദ്വീപുകൾ എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. അതായത് 4 വശം എന്തായിരിക്കും? ഇതായിരിക്കും അല്ലെ? സമുദ്രം പൂർണ്ണമായും 4 വശവും വെള്ളമായിരിക്കുള്ളൂ. ആ ഒരു ചുറ്റപ്പെട്ട ഒരു കരഭാഗത്തെയാണ് എന്ത് പറയുന്നേ? ദ്വീപുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഉപദ്വീപ് എന്നാൽ എന്താണ്? ഉപദ്വീപ് എന്നാല് 3 വശമാണ് സമുദ്രത്തിൽ അല്ലെ? അതായത് 3 വശമാണ് സമുദ്രം. പൂർണ്ണമായിട്ടല്ല അല്ലെ? 4 ഭാഗമല്ല, അല്ലെങ്കിൽ എന്താണ് 4 വശവും അല്ല ഇതിനകത്ത് വരുന്നേ. 3 വശങ്ങളാണ് വരുന്നത് അല്ലെ? 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളെയാണ് ഉപദ്വീപുകൾ അഥവാ പെനിൻസുല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ്വീപുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ്. അതായത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗം. ഇനി ഉപദ്വീപ് എന്ന് പറയുന്നത് 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളെയാണ്. അതായത് 3 വശം എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗത്തെയാണ് ഉപദ്വീപുകൾ എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ. അപ്പോ നോക്കിയേ, ലോകത്തിലെ ചില പ്രധാന ദ്വീപുകളുടെയും ഉപദ്വീപുകളുടെയും പേരുകളാണ് താഴെ പട്ടികയിൽ. അവ സ്ഥിതി ചെയ്യുന്നത് ഏതേതോ സമുദ്രങ്ങളിലാണെന്ന് അറ്റ്ലസിന്റെ സഹായത്തോടെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ദ്വീപുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളില്, മറ്റൊരു ടേബിളില് ഉപദ്വീപുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അറിയാവുന്നവര് പറയുക കേട്ടോ. ഓക്കെ. ചോദിക്കട്ടെ. ആരും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ. ആരെങ്കിലും റിപ്ലൈ തന്നെ കേട്ടോ. ഇങ്ങനെ പറയുമ്പോ മിണ്ടാതിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിന്ന്. ഓക്കെ. അപ്പോ ദ്വീപുകളാണ് ആദ്യം ചോദിക്കുന്നത്. അത് ഏത് സമുദ്രത്തിലാണെന്നൊന്ന് ഊഹിച്ചൊന്ന് പറയാൻ നോക്കാം. ഓക്കെ. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാ സ്ഥിതി ചെയ്യുന്നത്? ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അല്ലെ? ജപ്പാനോ? പസഫിക് ആണ് കേട്ടോ. വെസ്റ്റേൺ പസഫിക്കിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. പസഫിക് സമുദ്രത്തിലാണ് ജപ്പാൻ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ജപ്പാൻ പസഫിക് സമുദ്രത്തിലാണ്. ഇനി ഫിലിപ്പൈൻസ് ആണെങ്കിലോ? ഫിലിപ്പൈൻസ് അതെവിടെ തന്നെയാണ്? പസഫിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഫിലിപ്പൈൻസ് പസഫിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ശ്രീലങ്ക പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ജപ്പാനും ഫിലിപ്പൈൻസും പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ഇനി മഡഗാസ്കർ ആണെങ്കിലോ? മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് മഡഗാസ്കർ. മാലിദ്വീപ് ആണെങ്കിലോ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലെ? ഇനി വിക്ടോറിയ ദ്വീപുകൾ എവിടെയാ വരുന്നേ? വിക്ടോറിയ ആർട്ടിക് ഓഷൻ ആണ് കേട്ടോ. വിക്ടോറിയ ദ്വീപുകള് ആർട്ടിക് ഓഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് വിക്ടോറിയ ദ്വീപുകൾ. ഓക്കെ. ഇനി ബ്രിട്ടീഷ് ദ്വീപുകളാണെങ്കിലോ? അറ്റ്ലാന്റിക്. ഓക്കെ. അറ്റ്ലാന്റിക്. വെരി ഗുഡ്. അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ദ്വീപുകള്. ഇനി ഗ്രീൻലാൻഡ് ആണെങ്കിലോ? ആർട്ടിക് ഓഷൻ. ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ടാണ്. നോർത്ത് അറ്റ്ലാന്റിക് കേട്ടോ. നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡ് വരുന്നത്. ഇനി ഐസ്ലൻഡ് ആണെങ്കിലോ? അതും നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. ഇനി സുമാത്ര ദ്വീപ് ആണെങ്കിലോ? സുമാത്ര ഇന്ത്യൻ മഹാസമുദ്രം. അല്ലെ? ഇനി ന്യൂ ഫൗണ്ട് ലാൻഡ്
ന്യൂ ഫൗണ്ട്ലാൻഡ് അത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് വരുന്നത്. ഇനി ന്യൂ ഗിനിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ. ന്യൂ ഗിനിയ പസഫിക് ഓഷ്യൻ. പസഫിക് സമുദ്രം. പസഫിക് അല്ലെ, പാപ്പുവ ന്യൂ ഗിനിയ പറഞ്ഞാണല്ലേ. അപ്പൊ ന്യൂ ഗിനിയ എന്ന് പറയുന്നത് പസഫിക്കിന്റെ ഭാഗമായിട്ടാണ്. ഇനി ബഫിൻ, ബഫിൻ എന്താണ്? ബഫിൻ ആർട്ടിക് ഓഷ്യൻ. അത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ബഫിൻ അറ്റ്ലാന്റിക്കിന്റെ ഭാഗമാണ്. കോക്കോസ്, കോക്കോസ് പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ശ്രീലങ്ക വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ്. ജപ്പാനും ഫിലിപ്പീൻസും എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? പസഫിക്കിന്റെ ഭാഗം, പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രമാണ്. മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രമാണ്. വിക്ടോറിയ ദ്വീപുകൾ എന്ത് ഭാഗമായിട്ടാണ് വരുന്നത്? വിക്ടോറിയ ആർട്ടിക് ഓഷൻ അല്ലെ, ആർട്ടിക് ഓഷന്റെ പാട്ടായിട്ടാണ് വിക്ടോറിയ ദ്വീപുകൾ വരുന്നത്. ഇനി ബ്രിട്ടീഷ് ദ്വീപുകളാണെങ്കിലോ അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഗ്രീൻലൻഡും ഐസ്ലൻഡും ആണെങ്കിലോ അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഇനി സുമാത്ര ആണെങ്കിലോ? സുമാത്ര ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ന്യൂ ഫൗണ്ട്ലാൻഡ് ആണെങ്കിലോ? ന്യൂ ഫൗണ്ട്ലാൻഡ് അറ്റ്ലാന്റിക് ആണ്. ഓക്കെ. ന്യൂ ഗിനിയ പസഫിക്. ബഫിൻ ആണെങ്കിലോ? ബഫിൻ അറ്റ്ലാന്റിക്. കോക്കോസ് ആണെങ്കിലോ? ഓക്കെ. ഇനി ഉപദ്വീപുകൾ നോക്കാം കേട്ടോ. ഇന്ത്യൻ ഉപദ്വീപ് ഏത് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ് അല്ലെ, അതെല്ലാവർക്കും അറിയാം. ഇനി അറേബ്യൻ ഉപദ്വീപ് ആണെങ്കിലോ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം. അറേബ്യൻ ഉപദ്വീപ് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ഇനി അലാസ്ക ഉപദ്വീപ് അതെവിടെയായിട്ടാണ്? ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അലാസ്ക? അലാസ്ക കേട്ടോ. അലാസ്ക പസഫിക്, പസഫിക് കേട്ടോ. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അലാസ്ക ഉപദ്വീപ്. അത് എഴുതിയെടുക്കുക കേട്ടോ. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ് അലാസ്ക ഉപദ്വീപ്. ഇനി നെക്സ്റ്റ് വൺ ലാബ്രഡോർ ഉപദ്വീപ്. അതേതാണ്? ലാബ്രഡോർ ഉപദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ലാബ്രഡോർ ഉപദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ഇനി സ്കാൻഡിനേവിയൻ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഒന്നും കൂടി പറയാം. ഇന്ത്യൻ ഉപദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അറേബ്യൻ ഉപദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അലാസ്ക ഉപദ്വീപ് പസഫിക് ഓഷന്റെ ഭാഗമാണ്. ലാബ്രഡോർ ഉപദ്വീപും സ്കാൻഡിനേവിയൻ ഉപദ്വീപും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. എല്ലാരും നോട്ട് ചെയ്തില്ലേ? നോട്ട് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത. അപ്പോ ഇവിടെ സമുദ്രജലം അല്ലെ, ദ്വീപുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ സമുദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ആ സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകള്. അതൊന്ന് താപമാണ്, 2 ലവണത്വമാണ്, 3 സാന്ദ്രത. ഓക്കെ. അപ്പൊ സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളിൽ പെടാത്തതേത്, പെടുന്നതേതെന്ന് ചോദിക്കാം. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. ഓക്കെ. സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത. ഓക്കെ. ഇവ എല്ലാ സമുദ്രങ്ങളിലും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. ഇതിനുള്ള കാരണങ്ങൾ പരിശോധിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് സമുദ്രജലത്തിന്റെ സവിശേഷതകളുണ്ട്. അതിൽ 3 എണ്ണമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1 താപം, 2 ലവണത്വം, 3 സാന്ദ്രത. ഇത് എല്ലാ സമുദ്രങ്ങളിലും ഒരുപോലെയല്ല. കാരണം നമ്മൾ പല സമുദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ. പസഫിക് ഉണ്ട്, ആർട്ടിക് ഉണ്ട്, എന്താ പറയാ, ഇന്ത്യൻ ഓഷൻ ഉണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, അങ്ങനെ പല സമുദ്രങ്ങളുണ്ട്. അപ്പൊ ഈ സമുദ്രങ്ങളിലേക്കുള്ള താപവും ലവണത്വവും സാന്ദ്രത എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാ പറയുന്നത്. ഡിഫറെന്റ് ആണ് ഓരോ സമുദ്രത്തിലും ഇതിന്റെ അളവെന്ന് പറയുന്നത്. അപ്പോ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് സമുദ്രജലത്തിലെ താപവിതരണമാണ്. ഓക്കെ. അക്ഷാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായി സമുദ്രജലത്തിന്റെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് 10 ഡിഗ്രി വരെ
അക്ഷാംശ മേഖലകളിലാണ്. ഇവിടെ ശരാശരി 27 ഡിഗ്രി താപനില സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവീയ മേഖലകളിലേക്ക് പോകും തോറും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴുന്നതായി മനസ്സിലാക്കാം. വ്യത്യസ്ത അക്ഷാംശ മേഖലകളിൽ താപനിലയിൽ കാണുന്ന വ്യത്യാസത്തിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാല് അക്ഷാംശീയ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായിട്ട് സമുദ്രജലത്തിന്റെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അക്ഷാംശ രേഖ, രേഖാംശ രേഖ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ആ ഒരു അക്ഷാംശീയ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് വ്യത്യാസപ്പെടുന്നു? സമുദ്രജലത്തിന്റെ താപനിലയില് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് 10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളിലാണ്. ഓക്കെ, അതായത് ഏറ്റവും ഉയർന്ന താപനില, ഏറ്റവും കൂടുതൽ ചൂട് നിങ്ങൾക്ക് അറിയാല്ലേ, ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുമ്പോൾ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമാണ് ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത്. ആ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായി ഏതാണ്ട് 10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലയിലാണ്. ഇത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് നോക്കിയേ. ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. കണ്ടോ, നടുകെ വരച്ചിരിക്കുന്ന വരയാണ് എന്ത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അല്ലെ. അങ്ങോട്ട് പോകുന്നതാണ് അക്ഷാംശ രേഖയാണ് അല്ലെ, പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായിട്ട് 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ, ഈ ഒരു ഗ്രാഫില് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന എവിടെയാണ്? ഇരുവശങ്ങളില് 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, അതുവരെയാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. ഇനി ഇവിടെ ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് നോക്കി. ഇവിടെ ഒരു ചെറിയ ചെറിയ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. അത് 27 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനില കൂടുതലുള്ളതാണ് കേട്ടോ. ആ കാപ്പിക്ക് ഞാൻ മൗസ് പോയിന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടോ, കാപ്പി കളറിൽ കാണുന്നത് കണ്ടോ, ഒരു കാണുന്നുണ്ടോ നിങ്ങൾ മെറൂൺ കളറിലെ? അവിടെയാണ് കൂടുതൽ ചൂട് കേട്ടോ, അവിടെയാണ് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളാണ് കേട്ടോ അത് കേട്ടോ. ആ കാപ്പി കളർ കൊടുത്തിരിക്കുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളായിട്ടാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടിയ ചൂട് എന്ന് പറയുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ശരാശരി താപനില എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. അപ്പൊ എന്താ പറയുന്നേ? അതായത് ധ്രുവീയ മേഖലകളിൽ താഴത്തോട്ട് പോകുന്തോറും അതുപോലെ മുകളിലോട്ട് പോകുന്തോറും, നോക്കിയേ, ആർട്ടിക്കും ഉണ്ട് അന്റാർട്ടിക്കും ഉണ്ട് അല്ലെ, രണ്ട് പോർഷനിൽ ഇവിടെ രണ്ടുപടുത്തുമായിട്ട്. അപ്പൊ അങ്ങോട്ട് പോകുന്തോറും എന്താ ചൂട് കുറഞ്ഞു വരുന്നു എന്നാ പറയുന്നത്. മനസ്സിലാവണ്ടോ നിങ്ങക്ക്? അന്റാർട്ടിക് ഓഷനിലേക്ക് പോകും തോറും അതുപോലെ തന്നെ ആർട്ടിക് ഓഷനിലേക്ക് അന്റാർട്ടിക് ആ ഒരു ഇതിലേക്ക് പോകും തോറും അതുപോലെ തന്നെ മുകളിലോട്ട് പോകും തോറും എന്താണ് ചൂട് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മധ്യരേഖ, അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് താഴത്തോട്ട് ധ്രുവീയ മേഖലകളാണ് ആർട്ടിക്കും അന്റാർട്ടിക്കും. അവിടെ രണ്ട് സ്ഥലത്തോട്ടും പോകുമ്പോഴെന്താണ് താപനിലയില് ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. എക്കോ വരുന്നുണ്ടോ? ഇടയ്ക്ക് എക്കോ വരുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റും. റിജോ ഇപ്പൊ കുഴപ്പമില്ല ടീച്ചർ. ഒരു സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ അവരുടെയാണ്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. മ്യൂട്ട് ഇവിടെ പ്രശ്നം വരുന്നുണ്ട്. എവിടെ? ഇതോ? ഇതോ? അപ്പൊ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ രണ്ടു പോയിന്റ്സ് ഇപ്പൊ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചൂട് താപം രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അതും ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായിട്ട് 10 ഡിഗ്രി സെൽഷ്യസ് വരെയിട്ടാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഇനി എന്താണ് അവിടുത്തെ ശരാശരി താപനില എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവീയ മേഖലകളിലോട്ട്, അതായത് തണുപ്പുള്ള മേഖലകളിലോട്ട് പോകും തോറും ആരുടെയോ സൗണ്ട് ഓൺ ആണല്ലോ.
സിദ്ധാർത്ഥിന്റെ മിസ്സേ. സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ചെയ്യോ കേട്ടാ, എക്കോ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ധ്രുവീയ മേഖല എന്ന് പറഞ്ഞാല് ഭൂമധ്യരേഖയുടെ എന്താണ് ഭൂമധ്യരേഖയിൽ നിന്ന് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകും തോറും താപനില കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ. ഇനി മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴുന്നതായി മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഇങ്ങനെ പോകും തോറും എന്താണ് താപനില എന്ന് പറയുന്നത് ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി വ്യത്യസ്ത അക്ഷാംശ മേഖലകളിൽ താപനിലയിൽ കാണുന്ന വ്യത്യാസത്തിനുള്ള കാരണം എന്താണ്? സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥയാണ് സമുദ്രജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് അക്ഷാംശ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ താപനിലയിൽ വ്യത്യാസം കാണുന്നുണ്ട്. കാരണം ഭൂമധ്യരേഖയിലെ താപനിലയല്ല ധ്രുവീയ മേഖലകളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥയാണ് സമുദ്രജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം കേട്ടോ. അപ്പൊ സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥ അതായത് സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. കാരണം ഒരു സ്ഥലത്ത് സൂര്യന്റെ വെളിച്ചം കുറവാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് സൂര്യന്റെ വെളിച്ചം കുറവായിരിക്കുള്ളൂ, കൂടുതലും കുറവും രേഖപ്പെടുത്താം പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ ആ ഒരു അസന്തുലിതാവസ്ഥയാണ് സമുദ്രജലത്തിന്റെ താപനിലയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം കേട്ടോ. അപ്പൊ എന്താണ് സമുദ്രജലത്തിന്റെ ഇതില് മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താ? ഭൂമിയിൽ ലഭിക്കുന്നതിന്റെ ഏറ്റക്കുറച്ചിൽ കേട്ടോ. ഇനി സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും സമുദ്രജലത്തിന്റെ താപനിലയില് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. സമുദ്രജല പ്രവാഹങ്ങളും അതുപോലെ തന്നെ കാറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ താപനിലയില് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പിക്ചറാണ് കേട്ടോ, ഇത് നേരത്തെ ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഈ നിങ്ങൾ അത് നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ മതി, ഇവര് ഇട്ട് തരുമല്ലോ, PDF ഇട്ട് തരുമല്ലോ. അപ്പൊ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. നോക്കിയേ, 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളാണ് അത് ഈ കാപ്പി കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 16 to 27 അതാണ് മധ്യ അക്ഷാംശീയ മേഖല എന്ന് പറയുന്നത്. അവിടെയുള്ള ചൂടിന്റെ ഒരു ക്രമം ഇത് ഇവിടെ പോകുന്തോറും അതിലും കുറവാണ്, ഭൂമധ്യരേഖനേക്കാളും കുറവാണ് ഇവിടെ വരുന്നത് മധ്യ അക്ഷാംശീയ രേഖകളിൽ വരുന്നത്. പിന്നെ എന്താണത് നോക്കിയേ, 5 തുടങ്ങി 16 വരെ ഒരു യെല്ലോ കളറിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി 5 ഡിഗ്രി സെൽഷ്യസിൽ കുറവുള്ളത് എവിടെയാണ്? അത് ധ്രുവീയ പ്രദേശങ്ങളിലാണ്. അതായത് ആർട്ടിക് പോളിലും അതുപോലെ അന്റാർട്ടിക് പോളിലും ഒക്കെ എന്താണ് താപനില വളരെ -ഡിഗ്രി ആയിട്ട് വരുന്നത് ആ ഒരു പോർഷനിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി സമുദ്രജല ലവണത്വം. കടൽ വെള്ളത്തിന്റെ പ്രത്യേക സവിശേഷതയാണ് ഉപ്പുരസം. നമുക്ക് എല്ലാവരും അറിയാം അല്ലെ, കടൽ വെള്ളത്തിന് എന്താണുള്ളത്? ഉപ്പുരസമാണുള്ളത്. കടൽ വെള്ളത്തിന്റെ ശരാശരി ലവണത എന്ന് പറയുന്നത് 3.5% ആണ്. അപ്പോ കടൽ വെള്ളത്തിന്റെ ശരാശരി, അതായത് ശരാശരി അതിന്റെ ഉപ്പുരസം വരുന്നത് 3.5% ആണെന്നാണ് പറയുന്നത്. ഈ ലവണത്വം കടൽ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ സാധിച്ചാൽ കടലിലെ ജലം ശുദ്ധമാകും. അപ്പൊ എന്താണ്? കടൽ വെള്ളത്തിന് ഒരു ഉപ്പുരസം ഉണ്ടല്ലേ, അതിന്റെ ശതമാനം എന്ന് പറയുന്നത് 3.5 ആണ്. അത് കടലിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ സാധിച്ചാൽ, കടലിൽ നിന്ന് ആ ഒരു 3.5% കേൾക്കുന്നില്ലേ? അതായത് ഈ ഒരു കടൽ വെള്ളത്തിന്റെ ഈ ഉപ്പുരസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിൽ നിന്ന് വേർതിരിക്കാൻ സാധിച്ചാല് കടലിലെ വെള്ളം എന്ന് പറയുന്നത് ശുദ്ധമാകും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ശുദ്ധജലമാകുന്നത് ആ ഒരു പെർസെന്റേജ് ഓഫ് ലവണത്തിന് എന്ത് ചെയ്യണം? നമ്മള് അവിടെ നിന്ന് അരിച്ച് മാറ്റണം, എന്നാലാണ് കടൽ വെള്ളം ശുദ്ധമാകുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇനി കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം ലവണത്വം എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ് കടൽ വെള്ളത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സ്പീഡ് പറയോ? സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, സ്പീഡ് കൂടുതലാണല്ലേ? ഓക്കെ, സ്പീഡ് കുറയ്ക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ സമുദ്രജല ലവണത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. അത് ഞാൻ പറയുന്നില്ല.
അപ്പോ കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം, അതായത് കടൽ വെള്ളത്തിൽ എന്തുണ്ട്, ധാരാളം ലവണാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ സമുദ്രജലത്തെ കുറിച്ച് പറയാം. എന്താ? സമുദ്രജലം സമുദ്രജലം അത് തന്നെയാണ് കടൽ വെള്ളം. കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശം എന്ന് പറയുന്നത് ആ ഒരു ലവണത്തിന്റെ അളവ്, അതിന്റെ സാന്ദ്രീകരണത്തിനെയാണ് എന്ത് പറയുന്നേ, ലവണത്വം അഥവാ സലൈനിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ലവണത്വം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണത്തെയാണ് ലവണത്വം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു? അതായത് ഇപ്പോ 1000 ഗ്രാം ജലം എടുത്താൽ അതിനകത്ത് എത്ര ഗ്രാം ലവണം, എത്ര ഗ്രാം ഉപ്പടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ 1000 ഗ്രാം എടുത്താൽ എന്താണ്, അതിനകത്ത് എത്ര ഗ്രാം ലവണം, അതായത് ഉപ്പിന്റെ അളവ് എത്ര ഉണ്ട്, അതിന്റെ ഇതിലാണ് നമ്മള് ലവണത്വം സൂചിപ്പിക്കുന്നത്. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം 35 സഹസ്രാംശമാണെന്നാണ് പറയുന്നത് കേട്ടോ. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം 35 സഹസ്രാംശമാണ്. ഇത് രേഖപ്പെടുത്തുന്നത് നോക്കി, 35 ഡിഗ്രി ബാർ 20 വരുന്നില്ല, അതായത് 1000-ല് 35 എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1000-ല് എന്താണ്, 1000-ല് 35% അല്ലെങ്കിൽ 35% എന്തെന്നാ പറയണേ, ഈ ലവണത്വം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 1000 ഗ്രാം സമുദ്രജലത്തില് 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അധികം ഇതായിട്ട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. എന്താണ് ലവണത്വം എന്ന് ചോദിക്കാം, അതിന്റെ ആൻസർ വരുന്നത് കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം എന്നാണ് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇതാക്കണതാണ് എന്ത്, 1000-ൽ എത്രയാണ്, 1000 ഗ്രാം സമുദ്രജലത്തില് 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഈ 2 പോയിന്റ് മാത്രമേ ഇവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളൂ. അത് ഭയങ്കര ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ 2 പോയിന്റ്. എന്താണ് ലവണത്വം? എന്താ ലവണത്വം? കടൽ ജലത്തിലെ അടങ്ങിയിരിക്കുന്ന ലവണത്തിന്റെ സാന്ദ്രത അടങ്ങിയിരിക്കുന്നത്. ലവണത്ത് എത്ര അടങ്ങിയിരിക്കുന്നേ കടൽ വെള്ളത്തിൽ? 1000 ഗ്രാം 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു അല്ലെ. ഓക്കെ, ഇനി സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ടാവും, നോക്കാം കേട്ടോ. കടൽ വെള്ളത്തിന്റെ രസതന്ത്രം. സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യ ഭാഗം സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഉപ്പിന്റെ അളവ് കൂടുതൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് സോഡിയം ക്ലോറൈഡ് ആണല്ലോ അടങ്ങിയിരിക്കുന്നത്, കറിയുപ്പ്. അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കറിയുപ്പാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഒന്ന് ഞാനിതൊന്ന് ഓഫ് ആക്കണേ. കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, തിരിച്ചുതരാട്ടോ. ഓക്കെ, അപ്പൊ കടൽ വെള്ളത്തിന്റെ രസതന്ത്രമാണ്. സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യ ഭാഗം സോഡിയം ക്ലോറൈഡ്, കറിയുപ്പാണ്. സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പാണ്. ഇവ കൂടാതെ മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് മുതലായ മൂലകങ്ങളും സമുദ്രജലത്തില് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അപ്പോ സോഡിയം ക്ലോറൈഡ് കൂടാതെ എന്തൊക്കെയാ ഉള്ളത് സമുദ്രജലത്തില്? മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്, കാൽസ്യം സൾഫേറ്റ് ഉണ്ട്, പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഓക്കെ, ഇവയിൽ പലതും വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ എന്താണ്, ഇവ പലതും എന്താണ്, വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ, ഈ മൂലകങ്ങളൊക്കെ. ഓക്കെ,
എന്നാൽ ഈ ചില മൂലകങ്ങൾ നാമമാത്രമായിരിക്കും. അപ്പൊ എന്താണ്, ഈ മുഖ്യമായും സോഡിയം ക്ലോറൈഡ് കടൽ വെള്ളത്തിലുണ്ട് അല്ലെങ്കിൽ സമുദ്രജലത്തിലുണ്ട്. അത് കൂടാതെ വേറെ ചില മൂലകങ്ങളുടെ പേരാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് വേർതിരിച്ചെടുക്കുമ്പോൾ ഇത് കിട്ടുന്നത് നാമമാത്രമായിരിക്കുള്ളൂ. പേരിന് ചിലപ്പോ എന്താണ് കുറച്ച് മാത്രം എന്താണ് ഈ മൂലകങ്ങളുടെ അളവ് നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അത്രയധികം ഉണ്ടാവില്ലെന്നാ പറയുന്നത്. ഇവയെ വേർതിരിച്ചെടുക്കാനുള്ള ചെലവ് വളരെ കൂടുതലാണ്. അപ്പൊ എന്താണ്, അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇത് അധികം ഇല്ലാത്തത്. അതായത് ഇന്ത്യയിലായാലും ലോകത്തിലായാലും ഒക്കെ എന്താണ് ഇങ്ങനെ കടൽ വെള്ളത്തിൽ നിന്ന് എന്താണ് കൂടുതൽ ഇത് അരിച്ചു മാറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സ് അധികം നടക്കാത്തത്. ഇതിന്റെ ചെലവെന്ന് പറയുന്നത് ഭീമമായിട്ടുള്ളൊരു തുകയായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മുഖ്യമായും സോഡിയം ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ചില മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇത് അരിച്ചെടുത്താല് നാമമാത്രമായിട്ടായിരിക്കുള്ളൂ ഈ മൂലകങ്ങൾ നമുക്ക് കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. സമുദ്രങ്ങളിൽ എല്ലായിടത്തും ലവണത്വം ഒരുപോലെയല്ല. ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്, സമുദ്രങ്ങളിൽ എല്ലായിടത്തും ലവണത്വം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നേരത്തെ പറഞ്ഞതാണ്, എല്ലായിടത്തും ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്നു പറയുന്നത് ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്, ലവണത്വം കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് കരയാല് ചുറ്റപ്പെട്ട ചില കടൽ ഭാഗങ്ങൾ ഉണ്ടാവും. അവിടെ എന്ന് പറയുന്നത് ലവണത്വത്തിന്റെ അളവ് അല്ലെങ്കിൽ ലവണത്വം എന്ന് പറയുന്നത് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് വരുന്നത്, ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ് ലവണത്വം കൂടുന്നു. ഉയർന്ന അളവിൽ എന്താണ് ബാഷ്പീകരണം, അല്ലെ? ബാഷ്പീകരണത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ബാഷ്പീകരണം, അത് തന്നെ. അപ്പൊ എന്താണ്, ആ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളില് ലവണത്വം കൂടുന്നു. ഓക്കെ, ഇനി ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. അപ്പൊ എന്താണ് നോക്കിയേ, ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ എന്താണ് ലവണത്വം എന്ന് പറയുന്നത്. ഇപ്പൊ അന്റാർട്ടിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അവിടെ എന്താണ് മഞ്ഞുരുകിയല്ലേ ജലം എത്തുന്നത് കൂടുതലും. അവിടെയൊക്കെ എന്താണ് ലവണത്വം എന്ന് പറയുന്നത് കുറവായിരിക്കും ആ ഒരു പോർഷനിലേക്ക്. പിന്നെ ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ഇനി ധാരാളം നദികളൊക്കെ എന്താണ് സമുദ്രഭാഗങ്ങളിൽ വന്ന് ചേരില്ലേ, ആ ഒരു സ്ഥലത്തും എന്താണ് ആ ഒരു പ്ലേസിലും ലവണത്വം എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ ലവണത്വം കൂടുന്നത് കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ വെച്ച് ലവണത്വം കൂടുന്നു. പിന്നെ ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുന്നു. ഇനി ഉയർന്ന അളവിൽ കുറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളില് ലവണത്വം കുറയുന്നു. പിന്നെ ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളില് ലവണത്വം കുറയുന്നു. ഓക്കെ, അപ്പൊ ലവണത്വം കൂടുതൽ വന്നതും കുറവ് വന്നതും മനസ്സിലായോ? 2 പോയിന്റ്സ് വീതം. മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. വിവിധ സമുദ്രഭാഗങ്ങളിലും സമുദ്രത്തിന്റെ വ്യത്യസ്ത ആഴങ്ങളിലും ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാണാനായിട്ട് സാധിക്കും. ഇനി സമുദ്രജലത്തിന്റെ സാന്ദ്രത. സമുദ്രജലത്തിന്റെ സാന്ദ്രത സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. അപ്പൊ എന്താണ് സമുദ്രജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്? സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. ഇതിനു കാരണം സമുദ്രജലത്തിന്റെ ലവണത്വത്തിലും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ്. അപ്പൊ എന്താണ് സമുദ്രജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് ഒരേപോലെ അല്ലാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് സമുദ്രജലത്തിന്റെ ലവണത്വത്തിലും അതുപോലെ തന്നെ താപനിലയിലും അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് സമുദ്രജലത്തിന്റെ സാന്ദ്രത എന്നുള്ളത് വ്യത്യാസപ്പെടുത്തുന്നത്. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു. അപ്പൊ താപം വർദ്ധിക്കുമ്പോ എന്താ ചെയ്യണേ? സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. സാന്ദ്രതന്റെ ഇംഗ്ലീഷ് ഒന്ന് പറയാം, എന്താ ഈ സാന്ദ്രത എന്നുള്ള ഇംഗ്ലീഷ് ടേം? ഡെൻസിറ്റി ട്ടോ, ഡെൻസിറ്റി. ഓക്കെ, ഇതൊന്നും അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല നിങ്ങൾ കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത്.
ഇതൊന്ന് ഓടിച്ചു വായിച്ചു പോണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. അത് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങളോട് പോയിന്റ് ചെയ്യാൻ പറയും, അത് പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ പറയുന്നത് താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയാണ് ചെയ്യണത്, എന്നാൽ ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി താപം, ലവണത്വം, സാന്ദ്രത എന്നീ സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെയല്ല എന്ന് മനസ്സിലായില്ലേ? ഇവയിലെ അസന്തുലിതാവസ്ഥ സമുദ്രജലത്തിന്റെ ചലനങ്ങൾക്ക് കാരണമാകുന്നു. എന്തൊക്കെയാണ് സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്നും അവ ഉണ്ടാകാൻ കാരണം എന്താണെന്നും പരിശോധിക്കാം. ഈ പറയുന്നത് സമുദ്രജല ചലനങ്ങളാണ്. അതായത് സമുദ്രജല ചലനങ്ങളിൽ വരുന്നത് തിരമാലകൾ വരുന്നുണ്ട്, വേലികൾ വരുന്നുണ്ട്, ജലപ്രവാഹങ്ങൾ വരുന്നുണ്ട്. ഇവയാണ് എന്ത്? സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓഷൻ കറൻസ്, അതായത് തിരമാലകള്, വേവ്സ്, വേലികള്, ടൈഡ്സ്, ജലപ്രവാഹങ്ങള്, ഓഷൻ കറൻസ് എന്നിവയാണ് സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രജല ചലനങ്ങൾ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ? ഇവയാണ് സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി തിരമാലകളിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് തിരമാല രൂപപ്പെടുത്തുന്ന ഭൂരൂപം ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞാളേ, എല്ലാവർക്കും അതറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തിരമാലയെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. തിരമാലയുടെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ട് എന്താണ് ഇതിനകത്ത് പറയുന്നത് നോക്കാം. നോക്കൂ, ചിത്രം 5.3 ശ്രദ്ധിക്കൂ. സമുദ്രജല ഉപരിതലത്തിന്റെ നിനോന്നത രൂപത്തിലുള്ള ചലനങ്ങളെയാണ് തിരകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അത്? നിങ്ങൾക്ക് ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളെയാണ് തിരകൾ എന്ന് പറയുന്നത്. അതായത് നമ്മള് കടലിലൊക്കെ പോകുമ്പോ എന്താണ് തിരമാല വരുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണ്? ഏറ്റക്കുറച്ചിലുകളോടെയാണ് വരുന്നത്. കുറച്ചു ഭാഗത്ത് പൊന്തിയിരിക്കും, കുറച്ചു ഭാഗത്ത് താന്നിരിക്കും, അല്ലാണ്ട് ഒരേ ലെവലിലല്ല. എന്താണ്, ഒരു ഗ്രാഫ് പോലെയാണ് തിരമാല പോകുന്നത് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ തിരമാല വരുന്നത്? കണ്ടിട്ടില്ലേ? ഒരേപോലെ ഒരേ അളവിലാണോ വരുന്നത്? നേർരേഖയിലൂടെയാണ് അത് പോകുന്നത്? നല്ലൊരു വേവ് ലെങ്ത് ഉണ്ടല്ലോ അതിന് അല്ലെ? ആ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആ പിക്ചർ നോക്കാം, അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ തിരയുടെ ഉയർന്ന ഭാഗത്തെയാണ് തിരാശിഖരം എന്ന് പറയുന്നത്. നോക്കിയേ, കണ്ടോ ചിത്രത്തിൽ? കണ്ടോ ഉയർന്ന ഭാഗത്തിനെ? കണ്ടോ ഉയർന്ന ഭാഗം? അതായത് ഒരു അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അതിന്റെ ഉയരത്തിലുള്ള ഭാഗം, ഉയർന്ന ഭാഗത്തിനെയാണ് തിരമാലയുടെ ഉയർന്ന ഭാഗത്തിനെയാണ് തിരാശിഖരം എന്ന് പറയുന്നത് കേട്ടോ. തിരമാലയുടെ ഉയർന്ന ഭാഗം എന്താണെന്ന് ചോദിച്ചാല് അതാണ് തിരാശിഖരം. ഓക്കെ, അപ്പൊ തിരമാലയുടെ ഉയർന്ന ഭാഗത്ത് എന്ത് പേരാ പറയുന്നേ? തിരാശിഖരം അല്ലെ? അപ്പൊ താഴ്ന്ന ഭാഗത്തിനൊരു പേരുണ്ട്. തിരമാലയുടെ ഉയർന്ന ഭാഗം തിരാശിഖരമാണെങ്കിൽ തിരമാലയുടെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് തിരാതടം കേട്ടോ. അപ്പോ തിരമാലയുടെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അത് തിരാതടം എന്നാണ്. അപ്പൊ ഉയർന്ന ഭാഗം തിരാതടം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഉയർന്ന, ഞാൻ മൗസ് പോയിന്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉയർന്ന ഭാഗം തിരാശിഖരം, താഴ്ന്ന ഭാഗം തിരാതടം. ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായല്ലേ? ഇത് തിരാശിഖരം, ഉയർന്ന ഭാഗം തിരാശിഖരം, താഴ്ന്ന ഭാഗം തിരാതടം. ഓക്കെ, അത്ര മനസ്സിലായി. ഇനി അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെയാണ് എന്ത് പറയുന്നേ? തിരാദൈർഘ്യം എന്ന് പറയുന്നത്. നോക്കിയേ, ഈ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് തിരാശിഖരം എന്ന് പറഞ്ഞാല് ഉയർന്ന ഭാഗമാണ്. അപ്പൊ എന്താണ്? അടുത്തടുത്തിട്ടുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള ദൈർഘ്യം അല്ലെങ്കിൽ എന്താണ് ആ അകലത്തിനെയാണ് എന്ത് പറയുന്നേ? തിരാദൈർഘ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്, ഒരു വേവ് ലെങ്ത് പോലെ അല്ലെ, ഒരു ഗ്രാഫ് പോലെയാണ് പോകുന്നത്. അപ്പൊ എന്താണ്, രണ്ട് ഉയർന്ന ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരു താഴ്ന്ന ഭാഗത്തിന്റെ ഇടയ്ക്കായിട്ട് രണ്ട് ഉയർന്ന ഭാഗങ്ങൾ ഉണ്ടാകും. ആ ഉയർന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലത്തിനെയാണ് എന്ത് പറയുന്നേ? തിരാദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നോക്കി, ഇവിടെ അവര് പോയിന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഉയർന്ന ഭാഗവും ഈ ഒരു ഉയർന്ന ഭാഗവും തമ്മിലുള്ള ആ ഒരു അകലത്തിനെയാണ് എന്ത് പറയുന്നേ? തിരാദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ
തിരാദൈർഘ്യം എന്ന് പറയുന്നു. ഇനി തിരാതടം എന്താണെന്ന് നോക്കാം. തിരാതടം എന്നാൽ എന്താണ്? തിരാതടം എന്ന് പറയുന്നത് അല്ല തിരോന്നതിയാണ് കേട്ടോ. തിരോന്നതി എന്ന് പറയുന്നത് തിരാതടം മുതൽ എന്താണ്? തിരാശിഖരം വരെയുള്ള ലംബ ദൂരത്തെയാണ് തിരോന്നതി എന്ന് പറയുന്നത്. എന്താണ്? തിരാശിഖരവും തിരാതടവും തമ്മിലുള്ള ഒരു ലംബ ദൂരമുണ്ട്, ഒരു ഉന്നതി എന്ന് പറയും കേട്ടോ. തിരാശിഖരം താഴോട്ട് നോക്കണം കേട്ടോ. തിരാശിഖരവും തിരാതടവും തമ്മിലുള്ള ഒരു ലംബ ദൂരമുണ്ട്, അതിനെയാണ് തിരോന്നതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. തിരമാലയുടെ ഉയർന്ന ഭാഗത്തെ തിരാശിഖരമെന്നും തിരമാലയുടെ താഴ്ന്ന ഭാഗത്തെ തിരാതടം എന്നും പറയുന്നു. ഇനി അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ തിരാദൈർഘ്യം എന്ന് പറയുന്നു. ഇനി തിരാതടം മുതല് മുകളിലോട്ടാണ്. തിരാതടം മുതല് തിരാശിഖരം വരെയുള്ള ലംബ ദൂരത്തെയാണ് തിരോന്നതി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, മനസ്സിലായല്ലേ? ഓക്കെ. ഇനി കാറ്റുകൾ സമുദ്രോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണം. അപ്പൊ തിരകൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്രോപരിതലത്തില് ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾ ഉണ്ടാകാനായിട്ട് കാരണം. കാറ്റിന്റെ ശക്തികൾക്കനുസരിച്ച് തിരമാലകളുടെ ശക്തിയും കൂടി വരുന്നു. അപ്പൊ എന്താണ്? കാറ്റിന്റെ ശക്തിക്കനുസരിച്ചിട്ട് എന്താണ്? തിരമാലയുടെ ശക്തിയും കൂടി വരുന്നു. വളരെ ശക്തമായ കാറ്റുകളോടെയോ കൊടുങ്കാറ്റുകളോടെയോ ബലമായി ഉണ്ടാകുന്ന ശക്തി കൂടിയ തിരമാലകൾ തീരങ്ങളിൽ കടലാക്രമണത്തിന് കാരണമാകുന്നു. അപ്പൊ എന്താണ്? വളരെ ശക്തമായിട്ടുള്ള കാറ്റുകളോടെയോ അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളോടെയുള്ള ബലമായിട്ടുണ്ടാകുന്ന ശക്തി കൂടിയ തിരമാലകളാണ് കടലാക്രമണത്തിന് കാരണമാകുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിലെ കടൽ തീരങ്ങൾ ഇത്തരത്തിൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പത്രവാർത്ത അതൊക്കെ എന്താണ്? അതൊക്കെ ഒന്നും വേണ്ട നമുക്ക്. കാരണം എന്താണ്? അതായത് ആ ഒരു എന്താ പറയാ, കടലാക്രമണം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനകത്ത് ഇതാക്കാനില്ല. ഇനി അതിനെ പ്രതിരോധിക്കാനുള്ള ചില മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കടലോരങ്ങളിൽ, അതായത് കടലാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഏതെന്നാണ് ചോദിച്ചേക്കണം. അതിനകത്ത് ഒന്ന്, കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കല്. അത് ഒരു പരിധി വരെ കടലാക്രമണത്തെ തടയാനായിട്ട് സാധിക്കും അതിന്. അതുപോലെ തന്നെ പുലിമുട്ടുകൾ നിർമ്മിക്കൽ, അല്ലെ? പുലിമുട്ടുകൾ നമ്മൾ ഇപ്പൊ എന്താണ് ധാരാളം സ്ഥലങ്ങളിൽ എന്താണ് പുലിമുട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്താണ്? കടലാക്രമണം തടയാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കല്, അതും എന്താണ്? കടലാക്രമണം തടയാനായിട്ട് സാധിക്കും. അപ്പൊ 3 പോയിന്റ് ആണ്. അതായത് കടലാക്രമണത്തെ തടയാനുള്ള പ്രതിരോധ നടപടികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, 2 പുലിമുട്ടുകൾ നിർമ്മിക്കൽ, 3 കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കൽ. ഓക്കെ. ഇനി കരയിൽ നിന്നും കടലിലേക്കും മറിച്ചും നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്ന മണൽ ഭിത്തികൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ഒരു മാർഗമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരയിൽ നിന്നും കടലിലേക്കും മറിച്ചും, പിന്നെ എന്താണ്? കടലിൽ നിന്നും കരയിലേക്കും നീക്കം ചെയ്യപ്പെടുന്ന മണല് അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്ന മണൽ ഭിത്തികൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ഒരു മാർഗമാണ്. അപ്പൊ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ഒരു മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണൽ ഭിത്തികളാണ്. കടലോരങ്ങളിൽ ഉണ്ടാകുന്ന മണൽ ഭിത്തികൾ എന്ന് പറയുന്നത് കടലാക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത് കേട്ടോ. 2004 കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെട്ട സുനാമി തിരമാലകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായ വൻ തിരമാലകൾക്കും കാരണമാകാറുണ്ട്. ഇത്തരം തിരമാലകൾ സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമികൾ എന്നറിയപ്പെടുന്നു. ഇത്തരം തിരമാലകൾക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കറിയാം അല്ലെ, എന്നാണ് സുനാമി ഉണ്ടായത് കേരളത്തില്? 2004 ഡിസംബർ 24 ഡിസംബർ 26-നാണ് നമ്മുടെ കേരളത്തില് സുനാമി ഉണ്ടായത് അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു ഇതിന്റെ ഫലമായിട്ട് എന്താണ്? കുറെ സ്ഥലങ്ങൾ എന്താണ് ഇതായല്ലേ, വൻ തിരമാലകളാണ് ഉണ്ടാവുന്നത് സുനാമി തിരകളില്. അപ്പോ ഇത്തരം തിരമാലകള് സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമി
എന്നറിയപ്പെടുന്നത്. അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് സുനാമി വിതച്ച ആ ഒരു തിരമാല തന്നെ പറയുന്ന പേരെന്താണ്? സീസ്മിക് തിരകൾ അഥവാ കടൽത്തിരകൾ അഥവാ സുനാമികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം അതായത് സുനാമി തിരകൾക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒരു മണിക്കൂറിൽ എന്താണ് 800 കിലോമീറ്റർ വരെ എന്താണ് ശക്തിയിലാണ് ഇവ വീശി അടിക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്താണ് സുനാമി തിരകളുടെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറില് 800 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിനകത്തൊരു പോയിന്റ് ഇവർ പറഞ്ഞിട്ടില്ല. തിരമാലകൾക്ക് മുകളിൽ കൂടി ചലിക്കുന്ന കാറ്റിന്റെ ഒരു വേഗതയുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫെച്ച്. തിരമാലകൾക്ക് മുകളിൽ കൂടി ചലിക്കുന്ന കാറ്റുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ കടൽ തീരത്തൊക്കെ പോയാൽ എന്താണ് നന്നായിട്ട് കാറ്റ് വരില്ലേ? കാറ്റ് അനുഭവപ്പെടാറില്ലേ? ആ ഉണ്ട്. അല്ലേ? അപ്പൊ തിരമാലകൾക്ക് മുകളിലൂടെയുള്ള കാറ്റിന്റെ ഒരു എന്താണ് ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാറ്റിനെ പറയുന്ന പേരാണിത് ഫെച്ച് എന്ന് കേട്ടോ. തിരമാലകൾക്ക് മുകളിലൂടെയുള്ള കാറ്റിന്റെ ഒരു ചലനം എന്ന് എഴുതിയാലും മതി. തിരമാലകൾക്ക് മുകളിലൂടെയുള്ള കാറ്റിന്റെ ചലനത്തിനെ പറയുന്ന പേരാണ് ഫെച്ച്. ഫെച്ച് ട്ടോ, ഫെച്ച്. FETCH, ഫെച്ച്. ഇനി അടുത്തത് നോക്കിയ ചാകര എന്താണെന്ന് നോക്കാം. ചാകര നിങ്ങൾ കേട്ടിട്ടില്ലേ? ചാകര എന്താ? ചാകര ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. പാട്ടൊക്കെ ഉണ്ടല്ലേ ചാകര. എന്താ ചാകര? ഒരു മത്സ്യക്കൂട്ടങ്ങൾ ഒരുപാടുണ്ടാവും. മത്സ്യം ധാരാളമായിട്ട് ലഭിക്കും അല്ലെ? ചാകര കടപ്പുറത്ത് ചാകരം എന്ന് പറയുമ്പോൾ എന്താണ് ധാരാളം മത്സ്യം ഉണ്ടാകുന്നതിനാണ് എന്ത് ചാകര എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. അപ്പൊ ചാകര എന്ന് പറയുന്ന പ്രതിഭാസം അറബിക്കടലിലാണ് രൂപം കൊള്ളുന്നത് കേട്ടോ, ബംഗാൾ ഉൾക്കടലിലല്ല കേട്ടോ. അപ്പൊ അറബിക്കടലില് രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് ചാകര എന്ന് പറയുന്നത്. അത് രൂപം കൊള്ളുന്ന കാലയളവ് എന്ന് പറയുന്നത് മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ എന്താണ് അവസാനത്തിലോ ആണ് എന്ത് രൂപം കൊള്ളുന്നത് ചാകര ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ ആരാണ് ശബ്ദം? ഇല്ല. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നതാണെന്ത് ചാകര എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചെളി അടിഞ്ഞുകൂടിയിട്ട് എന്തുണ്ടാകും? ചിറകളിലെ കലക്കവെള്ളത്തില് പ്ലവകങ്ങളും ചെളിയും ഉണ്ടാവും. ചെളി അടിഞ്ഞുകൂടി എന്താണ് ചിറകളിലെ കലക്കവെള്ളത്തില് പ്ലവകങ്ങളും ചെളിയും ഉണ്ടാവും. ഇത് ഭക്ഷിക്കാനായിട്ട് ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ എന്ത് ചെയ്യും? കൂട്ടത്തോടെ തീരത്തിനോട് അടുക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത് ചാകര എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അറബിക്കടലിലുള്ള ഒരു പ്രതിഭാസമാണ് ചാകര. എങ്ങനെയാണ് അത് ഏത് കാലത്താണ് ഉണ്ടാവണേന്ന് ഓർമ്മിച്ച് വെക്കാം. പിന്നെ ജസ്റ്റ് എന്താണ് ആ പ്രതിഭാസം എന്നും കൂടി ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒത്തിരി എടുത്തേല് ഉണ്ടോ? ഇല്ല. മധ്യാംശരേഖന്റെ ആ ഭാഗം ഒന്ന് ചെറുങ്ങനൊന്ന് പറഞ്ഞുതരോ? എന്താ മോളെ? ആ മധ്യാംശരേഖ ഇല്ലേ, ഭൂമധ്യം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന്റെ ഒരു ക്ലാസ് തരാം നിങ്ങൾക്ക്. കാരണം ഭൂമധ്യരേഖ അറിയാത്തവരുണ്ടാവും, രേഖാംശരേഖയൊക്കെ അക്ഷാംശരേഖ രേഖാംശരേഖ അറിയാത്തവരുണ്ടാവും ചിലപ്പോ. അത് പറഞ്ഞു തന്നാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതും കൂടെ എന്താ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അങ്ങനെയൊക്കെ പറയായിരുന്നു. അതുകൂടെ പറയായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അത് വേറെയിൽ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണേ. ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങളെ എക്സാം എഴുതാനായിട്ട് റെഡി ആയിക്കോ കേട്ടോ. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇടാം. ഓക്കെ, പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ.
ക്വസ്റ്റ്യൻ പറയട്ടെ? ഓക്കെ, ശ്രദ്ധിച്ചെഴുതാട്ടോ. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം എഴുതാട്ടോ. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? എന്താണ് ഉൾക്കടൽ? ഉൾക്കടൽ എന്താണെന്ന് എഴുതാട്ടോ. ഉൾക്കടൽ എന്താണ്? ഓക്കെ, കുഴപ്പമില്ല ഫസീല, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങി അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട. ഇനി പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എഴുതാട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര് എഴുതാട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര്. ഏറ്റവും ചെറിയ സമുദ്രം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം. ഇനി ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം. എക്സാം എഴുതുന്നതിന് പേടിക്കണ്ട കേട്ടോ. അടുത്ത ക്ലാസ്സിൽ തുടങ്ങി അറ്റൻഡ് ചെയ്താൽ മതി. ഈ ക്ലാസ് കണ്ടിട്ട് കേട്ടോ. ഇനി മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഗൂഗിൾ ക്ലാസ് റൂമില്. അപ്പൊ അത് കണ്ടു നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ജോയിൻ ചെയ്തവര് കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ് കേട്ടോ. എട്ടാമത്തെ ചോദ്യം ഒന്ന് പറയൂ. ഏതാ മോളെ? എട്ടാമത്തത്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം. സജിനി കുഴപ്പമില്ല കേട്ടോ, ശരിയായിക്കോളും. ക്ലാസ്സുകളൊക്കെ കണ്ടാ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വായിക്കുക. PDF തരുന്നതൊക്കെ ഇവിടെ നിന്ന് തരുന്ന നോട്ട്സ് കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വായിക്കുക. ഓക്കെ, ദക്ഷിണ സമുദ്രം എഴുതിയോ? എഴുതിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാർട്ടൺ ഗർത്തം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? വാർട്ടൺ ഗർത്തം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്?
വാർട്ടൺ ഗർത്തം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അന്റാർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി, അന്റാർട്ടിക് അല്ല കേട്ടോ, സോറി, ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എഴുതാ കേട്ടോ. ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി അതൊരിക്കൽ പറഞ്ഞില്ലേ മിസ്സേ? പറഞ്ഞോ ഞാൻ? ഇല്ല ഇല്ല. ആർട്ടിക് പറഞ്ഞിട്ടില്ല. ആകൃതി അറ്റ്ലാന്റിക്കിന്റെ പറഞ്ഞ ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി. കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ഓക്കെ, ഇനി വേണോ? ക്വസ്റ്റ്യൻ വേണോ? ക്വസ്റ്റ്യൻ വേണോ? ഇത്ര മതിയോ? മതി. വേണം മാം. വേണം. ആ മാം. ഓക്കെ, തരാം. പസഫിക് മിസ് ഇത് മോക്ക് ടെസ്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു ഒന്നുകൂടെ നല്ലതായിരുന്നു. എന്താ? ഇത് മോക്ക് ടെസ്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ ഈ ഗൂഗിൾ ഫോം വഴി അത് ഞാൻ പറയാം കേട്ടോ, ഞാൻ പറയാം ആ കാര്യം ഞാൻ അങ്ങനെ കിട്ടിയാൽ പറയാം. നല്ലതായിരുന്നു. നോട്ട്സ് എഴുതാനൊക്കെ ആയിരുന്നു എളുപ്പമായിരുന്നത്. എളുപ്പമായിരുന്നു അല്ലേ? ആ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കേട്ടോ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എഴുതാം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഗ്രാൻഡ് ബാങ്ക്സ് ഏതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇതാണ്? ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണെന്ന് എഴുതാം കേട്ടോ. ഗ്രാൻഡ് ബാങ്ക്സ് പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ്. അത് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണെന്ന് എഴുതാം. ഗ്രാൻഡ് ബാങ്ക്സ് കേട്ടോ. ടൈറ്റാനിക് ദുരന്തം നടന്ന വർഷം എഴുതാം. ടൈറ്റാനിക് ദുരന്തം നടന്ന വർഷം എഴുതാം. പസഫിക് സമുദ്രത്തിന് പേര് നൽകിയ വ്യക്തി. പസഫിക് സമുദ്രത്തിന് പേര് നൽകിയ വ്യക്തി. പസഫിക് സമുദ്രത്തിന് പേര് നൽകിയ വ്യക്തി. കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏത് കടലാണ്? സമുദ്രമാണെന്നല്ല, ഏത് കടലാണ്? കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏത് കടലാണ്? അത് എഴുതാം കേട്ടോ. ഓക്കെ, 15 എണ്ണം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാരും ഫിനിഷ് ചെയ്തോ? ഫിനിഷ് ചെയ്തു. ഒന്നുകൂടെ പറയോ? ഏതാണ് 15-ാമത്തെ? 15-ാമത്തെ ക്വസ്റ്റ്യനോ? കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏത് കടലാണ്? കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഏത് കടലാണെന്ന് എഴുതാം കേട്ടോ. ഓക്കെ. ഓക്കെ, ഓക്കെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം അല്ല ചോദിച്ചത്. എത്രയാ? 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 കരഭാഗങ്ങൾക്കിടയിലുള്ള സമുദ്രഭാഗമാണ് കടലിടുക്ക്. ഓക്കെ, ഇനി എന്താണ് ഉൾക്കടൽ എന്ന് ചോദിച്ചു. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടല്.
നാലാമത്തേത് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താ? ഓക്കെ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര്? രത്നാകര. ഓക്കെ. ഇനി ഏറ്റവും ചെറിയ സമുദ്രം ഏതാ? ആർട്ടിക് സമുദ്രം അല്ലെ. ഇനി ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് സമുദ്രമാണ്. ഓക്കെ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഒമ്പതാമത്തേത് ഏതായിരുന്നു ആൻസർ? വാർട്ടൻ ഗർത്തം. വാർട്ടൻ ഗർത്തം ഇനി ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി ആകൃതി അല്ലെ. ഓക്കെ. ഇനി പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പാപ്പുവ ന്യൂഗിനിയ. ഓക്കെ. ഇനി ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓക്കെ. ഇനി ടൈറ്റാനിക് ദുരന്തം നടന്ന വർഷം ഏതാണെന്ന്? ഏപ്രിൽ 14. ഓക്കെ. ഇനി പസഫിക് സമുദ്രത്തിന്റെ പേര് നൽകിയ വ്യക്തി? മഗല്ലൻ. ഓക്കെ. ഇനി കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത്? ഓക്കെ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമോ? 50-ൽ 15 ഉണ്ടാക്കെങ്കിലും ഉണ്ട് അല്ലേ. ഓക്കെ. എല്ലാരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ കൂൺശിലകൾ ഉണ്ടാകുന്നത് അപരദത്തിന്റെ ഫലമാണോ? അപരദനം കേട്ടോ. ശരി. ഞാൻ പിന്നെ വേറെന്തായിരുന്നു? അപകർഷണമായിരുന്നില്ലേ? അത് ആ ഒരു കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ കൂൺശിലകൾ രൂപപ്പെടാൻ കാരണം അപരദനമാണ് കേട്ടോ. അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കൂൺശിലകൾ രൂപപ്പെടുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊന്നും കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട്? കുറെ നാളായി കിട്ടുന്നില്ല. ഏത് ബാച്ചാണ്? എല്ലാവർക്കും കിട്ടുന്നില്ല. ആർക്കും ഒരു ബാച്ചിനും കിട്ടുന്നെന്ന് തോന്നുന്നു. ഓൾഡ് ബാച്ചിനാണ്. ആദ്യം ചേർന്ന ബാച്ചുകാർക്കാണ് കൂടുതലും കിട്ടാറ്. ആദ്യം തുടങ്ങിയ ബാച്ചിന് കിട്ടുന്നില്ലെന്നോ? കിട്ടുന്നുണ്ടെന്നോ? എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം തുടങ്ങിയ ബാച്ചിന് കിട്ടുന്നില്ല. നിങ്ങളുടെ ബാച്ചിന് എന്തെങ്കിലും പേരുണ്ടോ? ഞാൻ PSC 45. PSC 45 ഒന്ന് കിട്ടാത്തവരൊന്ന് പറയട്ടെ. അവരുടെ ഗ്രൂപ്പ് ഒന്ന് പറയൂ. ഞാൻ ഓഫീസിൽ ചോദിച്ചപ്പോ ചോദിക്കാൻ പറഞ്ഞു. PSC 45 അല്ലേ? പിന്നെ 19 17 ഇത്രയും ആളുകൾക്കാണോ കിട്ടാത്തത്? വേറെ വല്ലവരും ഉണ്ടോ? ഇനിയുണ്ട് മിസ്സേ. ഈ ഉച്ചയായോണ്ടായിരിക്കും കുറെ പേരില്ല. നിലവിലിപ്പോ ഞാൻ പേര് വായിക്കാം. അവർക്ക് മാത്രമാണോ കിട്ടാത്തതെന്ന് നോക്കൊന്നുകൂടി പറയാട്ടോ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. PSC 45 19 17 6 18 3 ഇത്രയുമാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നോട്ട്സും കറണ്ട് അഫയേഴ്സും ഒക്കെ ഇത് കിട്ടുന്നുണ്ട് മിസ്സേ. ഈ മോക്ക് ടെസ്റ്റ് മാത്രം കിട്ടുന്നില്ല. നോട്ട്സും കറണ്ട് അഫയേഴ്സും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് മാത്രം കിട്ടുന്നില്ല അല്ലേ? മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല. 19 ഉണ്ട് കേട്ടോ. 19 കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. നിങ്ങൾക്ക് മുമ്പ് മോക്ക് ടെസ്റ്റ് കിട്ടിയിരുന്നോ? ഓണത്തിന് മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നതാ. ആണല്ലേ? ഓണത്തിന് മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? ഓക്കെ. 23 പറഞ്ഞിരുന്നു. ഇപ്പൊ 23ക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ നോട്ട്സും കറണ്ട് അഫയേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ടായിരുന്നു ഇടുന്നത്. പ്രീവിയസ് മോക്ക് ടെസ്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണോ ഇടുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞ് മോക്ക് ടെസ്റ്റ് ആയിട്ടായിരുന്നു ഇടുന്നത്. മോക്ക് ടെസ്റ്റ് രൂപത്തിലിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഇല്ല. ഓക്കെ. ഓണത്തിന് മുമ്പ് വരെ കിട്ടിയിരുന്നു. ഇപ്പൊ കിട്ടുന്നില്ല അല്ലെ? 6ന് കിട്ടുന്നുണ്ട്. 6ന് കിട്ടുന്നുണ്ട്. 6ന് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. ബാക്കിയുള്ളതിനാണ് കിട്ടാത്തത്. ഓക്കെ. PSC 45 19 17 18 3 23 ഇത്രയും നമ്പറുകളാണ് ഞാൻ എഴുതിയേക്കുന്നേ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി?
ടീച്ചർ 41 കിട്ടുന്നില്ല. ടെസ്റ്റ് കിട്ടുന്നില്ല. ആ 41 ആ മോക്ക് ടെസ്റ്റ് കിട്ടാത്തവരെയാണ് ചോദിക്കുന്നത് കേട്ടോ. 41 കിട്ടുന്നില്ല. ഓക്കെ ഞാൻ അവിടെ പറയാട്ടെ, ഇൻഫോം ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത് പഠിച്ചിട്ട് വരിക കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.